അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ വീട് മന്ത്രി ഷിബു ബേബി ജോൺ സന്ദർശിച്ചു. 5 ലക്ഷം രൂപ കുടുംബത്തിന് ധനസഹായത്തിന്റെ ആദ്യഘട്ടു കൈമാറി. അതിനുശേഷം ഗസ്റ്റ് ഹൌസിൽ ജനപ്രതിനിധികളുടെ യോഗം ചേർന്നു. കാട്ടാന പ്രതിരോധത്തിന് ഒരാഴ്ചയ്ക്കുള്ളിൽ പദ്ധതി തയ്യാറാക്കുമെന്ന് ഷിബു ബേബി ജോൺ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞു. അതിരപ്പള്ളി പ്രദേശത്ത് ചൊവ്വാഴ്ച മുതൽ പ്രത്യേക ദൗത്യം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആനയെ റീലൊക്കേറ്റ് ചെയ്യാൻ ആവശ്യമായ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നും സംസ്ഥാനത്ത് ഫെൻസിംഗ് വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് വ്യക്തമാകുന്ന തരത്തിൽ പോർട്ടൽ സ്ഥാപിക്കുമെന്നും ഫെൻസിംഗിലെ വൈദ്യുതി പ്രവാഹം പൊതുജനത്തിന് അറിയാൻ സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. മേഖലയിലെ ട്രെഞ്ചിംഗ് സാധ്യതയും പരിശോധിക്കും. ത്രിതല സുരക്ഷാ സംവിധാനം നടപ്പിലാക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതിരപ്പള്ളി പുല്ലേർക്കാട്ട് മോഹനനാണ് ശനിയാഴ്ച പുലർച്ചെ മരിച്ചത്. സമീപത്ത് കാട്ടാന ഇറങ്ങിയപ്പോൾ മുന്നിൽ ചെന്ന് പെടുകയായിരുന്നു. അനുജന്റെ വീടിനോട് ചേർന്ന പറമ്പിൽ കാട്ടാന ഇറങ്ങി തെങ്ങും വാഴയും ചവിട്ടിക്കളയുന്ന വിവരമറിഞ്ഞാണ് വൈശ്ശേരി പുല്ലൂർക്കാട്ട് മോഹനൻ എത്തിയത്. ടയർ കത്തിച്ചും പന്തം കൊളുത്തിയും കാട്ടാനയെ തുരത്തുന്നതിനിടെ ആന മോഹനനു നേരെ അക്രമാസക്തനായി പാനടുക്കുകയായിരുന്നു. അടിയേറ്റു വീണ മോഹനനെ ആന വലിച്ചിഴച്ചു. കൂടെയുണ്ടായിരുന്നവർ ഒച്ചയുണ്ടാക്കിയതോടെ ആന ഇരുട്ടിലേക്ക് പാഞ്ഞു. ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മോഹനനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മോഹനന്റെ മരണത്തിൽ നാട്ടുകാർ റോഡ് ഉപരോധമടക്കമുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. തുടർന്ന് MLA സനീഷ് കുമാർ ജോസഫ് നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിലൂടെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. അന്ന് വനം മന്ത്രി ചർച്ചയ്ക്ക് എത്തുമെന്നും അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് മന്ത്രി ചർച്ചയ്ക്കായി എത്തിയത്. ഈ 30 കിലോമീറ്ററിലെ വിസ്റ്റ ക്ലിയറൻസ് ആദ്യം ചെയ്യുക. അത് ചെയ്യുന്ന ഒരു നടപടി. ബാക്കിയെല്ലാം ഇപ്പം അങ്ങോട്ട് പോയി ഡിസ്കസ് ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആനയെ റീലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ ആ സമരക്കാർക്ക് 2 ദിവസം കഴിഞ്ഞു. ഇന്നലെയും ആന ഈ പ്രദേശത്ത് തന്നെ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്ത് നടപടിയാണ് നമ്മുടെ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന്? അല്ല, തീർച്ചയായിട്ടും ആനയെ റീലൊക്കേറ്റ് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. ആന ഐഡന്റിഫൈ ചെയ്ത് റീലൊക്കേറ്റ് ചെയ്യാൻ ഞാൻ ഓൾറെഡി രാവിലെ പറഞ്ഞു. ഇന്ന് ചില കേന്ദ്രത്തിൻ്റെ ചില നിയമങ്ങളൊക്കെ ഇന്ന് തടസ്സമുണ്ട്. പക്ഷെ ഒരു തടസ്സവും നോക്കണ്ട. ആനയെ ഐഡന്റിഫൈ ചെയ്തിട്ട് അല്ല, ഒരു ദിവസം ഒന്നും കയറി വരുന്നതല്ല. ഇന്നലെ തന്നെ 13 ആനയുടെ സൈറ്റിംഗ് ഇന്നലെ രാത്രി ഉണ്ടായത്. അന്നേരം യഥേഷ്ടം വന്നു പോകുന്ന ഒരു സാഹചര്യം, എന്നും അപകടം സംഭവിക്കാവുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ശ്രീ സുനിൽ കുമാർ എന്ന് പറയുന്ന ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഈ മേഖലയിലുള്ള ഇതിനകത്ത് വരുന്ന സ്ഥിരമായി വന്ന് ഇവിടെ നിൽക്കുന്ന ആനകളെ ഉൾക്കാടുകളിലേക്ക് അയക്കാനുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവ് നാളെ രാവിലെ മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് അതിനുള്ള ആൾക്കാരെ മൊബിലൈസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. അതോടൊപ്പം തന്നെ ഇത് ചെയ്യുന്നതിനോടൊപ്പം ഇവിടെ മുൻകാലങ്ങളിൽ MLA മുൻകൈ എടുത്ത് പല പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണതയിലേക്ക് എത്തിയില്ല. ഈ ആനകളെ ഓടിക്കുന്ന മൃഗങ്ങളെ ഓടിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ സോളാർ വേലികളും അല്ലെങ്കിൽ ഹാങ്ങിങ് ഫെൻസ്, വിവിധ പ്രോജക്റ്റുകൾ ഇതിന് സമാന്തരമായി തന്നെ അതുകൂടെ ഫോർട്ടിഫൈ ചെയ്യുന്ന, സ്ട്രെങ്തൻ ചെയ്തു പോകുന്ന ഒരു തീരുമാനത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കുട്ടികളടക്കമുള്ള ആനകൾ കൂട്ടമായി വന്നുകൊണ്ട് 6ഉം 8ഉം 20ഉം കൂട്ടങ്ങളായി വന്നുകൊണ്ടാണ് ആ മേഖല ആകെ തകർത്തെറിയുന്ന കർഷകയാണ് അവിടെ വന്ന് കാണാൻ സാധിക്കും. നിരന്തരം മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ ആ മേഖലയൊക്കെ നമുക്ക് കൃഷി എടുക്കണം. ആളുകൾക്ക് ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിച്ച് ഒരു പരിഹാരം കാണാം എന്നുള്ള വലിയ താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചുകൂടെ വരികയും ഇതിന് വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ ചാലക്കുടിക്കാർക്കൂടെ അദ്ദേഹത്തോടു കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നമുക്ക് 14 കോടി രൂപയുടെ ഹാങ്ങിങ് ഫെൻസിങ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു വർഷക്കാലമായി അത് വളരെ ലഘുവിലാണ് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം നടന്ന് മുന്നോട്ട് പോകുന്നത്. അത് അടിയന്തരമായി അത് വളരെ സ്പീഡായിട്ട് അത് ചെയ്തു തീർക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. ഈ ജനവാസ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ള ആന അതിനെ ഒരു മാസീവ് ഡ്രൈവ് നടത്തി അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തിരിച്ചു പോകാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം ഇപ്പോൾ 2 ആനകളാണ് ഇപ്പോൾ നിരന്തരമായ പ്രദേശത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരെണ്ണം അങ്ങനെ ചെവി കേൾക്കാത്തൊരു ആനയും മറ്റ് ഒരു അപകടകരമായിട്ടൊരു ആനയാണ് അവിടെ നിരന്തരമായിട്ട് ഇപ്പോൾ വിനോദസഞ്ചാരികളെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 2 ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ ആനകളെ അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇതാണ് പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഫെൻസിങ് ഒക്കെ വളരെ
നാശോന്മുഖം. സ്ഥലം സന്ദർശിക്കുന്നതിനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് കോൺഫറൻസ് ചെയ്തു. ചില നിർദ്ദേശങ്ങൾ ഇവിടെ സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷെ ഒറ്റ കാര്യം, നമ്മൾ പെട്ടെന്ന് ഒരു ശാശ്വതമായ പരിഹാരത്തിന് പെട്ടെന്ന് നിർദ്ദേശം വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന് സമയമെടുക്കും. നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ അടിയന്തരമായി നമുക്ക് ഇപ്പോൾ ഈ ആനശല്യമുള്ള സ്ഥലത്ത് നിന്ന് ആനകളെ മറ്റു വനങ്ങളുടെ ഉള്ളിലേക്ക് ഇവിടെ നിന്ന് തുരത്തുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം. പിന്നെ വേണ്ടത് കുറച്ച് ആളുകളെ കൂടുതൽ വേണം, പൈസ കൂടുതൽ വേണം. തൽക്കാലമായി നമുക്ക് ചെയ്യണം. പിന്നീട് വളരെ ഗൗരവമായി ആലോചിച്ച് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് സംസാരിച്ചപ്പോൾ വളരെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പരിപാടി 2 കളക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചു നമുക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് നമുക്ക് സമയമെടുക്കും. സമയമെടുത്താലും ഇതൊരു ശാശ്വത പരിഹാരമാണ്.